നമസ്കാരം ഗൈസ്, ഞാൻ റോജൻ S.D.K ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഞങ്ങളുടെ യൂട്യൂബിലേക്ക്. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്കിനെ കുറിച്ചാണ്. വാട്ട് ഈസ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇറ്റ്സ് എക്സ്പ്ലനേഷൻസ്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. What is computer graphics? Computer graphics refers to a technology that generate images on a computer screen. Computer graphics എന്തുവാ? ഇത് ഒരു ടെക്നോളജിയാണ്. ഇത് നമ്മുടെ ജനറേറ്റ് ചെയ്യും, നമ്മുടെ ഇമേജസ് ഒക്കെ ജനറേറ്റ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിനകത്ത് കാണിക്കും. ഇറ്റ് യൂസ്ഡ് ഇൻ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി. ഇത് എന്തിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി യൂസ് ചെയ്യും, ഫിലിംസിൽ യൂസ് ചെയ്യും, ടെലിവിഷൻ യൂസ് ചെയ്യും, വീഡിയോ ഗെയിംസിനകത്ത് യൂസ് ചെയ്യും, ആൻഡ് ഓൺ ഇലക്ട്രോണിക് ഡിവൈസ്. നമ്മൾ എന്തൊക്കെ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്യണം അതെല്ലാം ഗ്രാഫിക്സ് നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിസ്പ്ലേയിങ് ഇമേജസ് എഫക്റ്റീവ്ലി ടു യൂസേഴ്സ്. പിന്നെ ഇത് റെസ്പോൺസിബിൾ ഇതിനെയാണ്. ഇത് നമ്മുടെ ഇമേജസ് എല്ലാം ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടി ഡിസ്പ്ലേ ചെയ്യും നമ്മുടെ എല്ലാം യൂസേഴ്സിന് വേണ്ടിയിട്ട് നല്ലതായിട്ട് അത് പ്രോപ്പറായിട്ട് നമ്മളെ കാണിക്കും. തിങ്ക് ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഡിസൈൻ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇതൊരു തിങ്കാണ്. നമ്മുടെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇതൊരു ഇൻ്റർസെക്ഷൻ ആണ്. നമ്മുടെ ഡിസൈൻസൊക്കെ നമ്മൾ എങ്ങനെ നല്ലതായിട്ട് ചെയ്യും കമ്പ്യൂട്ടർ സയൻസിനകത്ത്, നമ്മുടെ വിത്ത് ദ പർപ്പസ് ഓഫ് ഡിലൈറ്റനിങ് ആൻഡ് എൻഗേജിങ് നല്ലതായിട്ട് എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ഓഡിയൻസിനെയൊക്കെ എങ്ങനെ എൻഗേജിങ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. അഡ്വാൻറ്റേജസ് എന്താ നമ്മുടെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ? ഫസ്റ്റ്, വിഷ്വൽ ദാറ്റ് ആർ ഫാൻസി ട്രിക്സ് മേക്സ് തിങ്സ് ലുക്ക് വെരി റിയൽ. For example, in games you can see grass that look like real grass. നമ്മളിപ്പോൾ PUBG ഒക്കെ ഗെയിം കളിക്കുന്ന അതിനകത്ത് കാണുന്ന വിഷ്വൽസ് ഒക്കെ നല്ലതായിരിക്കും. നമുക്ക് ഗ്രാസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ ഓർക്കത്തില്ലേ ഇത് എന്തുവാ റിയൽ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അതുപോലെയൊക്കെയാണ്. ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ഷോ മൂവിങ് പിക്ചർ ആൻഡ് thus it is possible to protect animation with computer graphics. ഇതൊരു ഇമേജിനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണിക്കും, നമ്മുടെ ആനിമേഷൻസ് ഒക്കെ ചെയ്യും. പിന്നെ ഇത് പോസിബിൾ ആണ്. നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റ് എടുത്ത് നമുക്ക് അതിനെ ആനിമേഷനായിട്ട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനകത്ത് മാറ്റാം. ദ കമ്പ്യൂട്ടർ ഗ്രാഫിക് പ്രൊവൈഡ്സ് ഫെസിലിറ്റി കോൾഡ് അപ്ഡേറ്റ്സ് ഡൈനാമിക്. ഇറ്റ് ഈസ് പോസിബിൾ ടു ചേഞ്ച് ദ ഷേപ്പ്, കളർ ഓർ അതർ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഒബ്ജക്റ്റ് ബീയിങ് വ്യൂഡ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വെച്ച് നമുക്ക് നമ്മുടെ ഷേപ്സ് ഒക്കെ മാറ്റാൻ പറ്റും. ഇപ്പോൾ സ്ക്വയർ ആണെങ്കിൽ റെക്ടാങ്കിൾ, അങ്ങനെ ഷേപ്പ് മാറ്റാം, കളർ മാറ്റാൻ പറ്റും. പിന്നെ വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റിനകത്ത് കാണിക്കാൻ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ ഫെസിലിറ്റി ഇത് പ്രൊവൈഡ് നമുക്ക് ചെയ്യാറുണ്ട്. വിത്ത് ദ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് DSP ആൻഡ് ഓഡിയോ സിന്തസിസ് ചിപ്പ്, the interactive graphics can now provide audio feedback along with the graphical feedback to make the stimulated environment even more realistic. പിന്നെ ഇപ്പോൾ പുതിയ റീസെർച്ച് ഡെവലപ്മെൻറ്റ് ഉണ്ട് നമ്മുടെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് DSP എന്ന് പറയും. അത് അവരുടെ ഒരു റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ ഫീഡ്ബാക്ക്, നമ്മളിപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് പോകും അല്ലെങ്കിൽ ഏതെങ്കിലും ഷോറൂമിൽ പോകും, നമ്മൾ ചോദിക്കില്ല നമ്മുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്കാർട്ട് ആമസോണിൽ കംപ്ലയിൻറ്റ് ഇടുമ്പോൾ അവർ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ റിസോൾവ് ചെയ്യുമ്പോൾ അവർ പറയത്തില്ല ഫീഡ്ബാക്ക് ഇടണം. അതുപോലെയാണ് ഇവരിനകത്തും ഓഡിയോയുടെ ഫീഡ്ബാക്ക് ഇടും, അതുപോലെ തന്നെ ഗ്രാഫിക്കൽ ഫീഡ്ബാക്ക് ഇടും. കാരണം എന്തിനാണ് അവരുടെ വർക്കിംഗ് ഒക്കെ എങ്ങനെ ഒന്നുകൂടെ റിയാലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇതിൻ്റെ ഇനി ഡിസഡ്വാൻറ്റേജ് എന്തുവാ? നീഡ്സ് ഗുഡ് കമ്പ്യൂട്ടർ. നമുക്ക് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം നല്ലൊരു കമ്പ്യൂട്ടർ വേണം. Sometimes it need really strong computer because it is hard work for them. ചിലപ്പോൾ നമുക്ക് നല്ല കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഗ്രാഫിക്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ വേണം, കാരണം ഇതിന് നല്ല ഹാർഡ് വർക്കാണ് ഇത് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, മേക്കിംഗ് എ സൂപ്പർ റിയലിസ്റ്റിക് മൂവി നീഡ്സ് എ പവർഫുൾ കമ്പ്യൂട്ടർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നല്ലൊരു സൂപ്പർ റിയലിസ്റ്റിക് മൂവി ഇപ്പം നല്ല റിയലിസ്റ്റിക് ആയിട്ട് മൂവി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ തന്നെ വേണം. നോട്ട് ഈസി ടു ലേൺ. ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ ടു ബിക്കം ആൻ എക്സ്പെർട്ട്. ഇത് സിമ്പിൾ അല്ല ഒരിക്കലും, നമുക്കിനകത്ത് എക്സ്പെർട്ട് ആവാൻ ഒരിക്കലും സിമ്പിൾ അല്ല, ഈസി അല്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് പ്രാക്ടീസ് ടു ഗെറ്റ് റിയലി ഗുഡ് ഓൺ അറ്റ് ഇറ്റ്. ഇതിനകത്ത് ഒരുപാട് നല്ല പ്രാക്ടീസ് വേണം, പിന്നെ നല്ല സമയം വേണം. നല്ല സമയം ഇതിനകത്ത് എടുക്കും, കാരണം നമുക്കിനകത്ത് നല്ലൊരു ഗുഡ് ആവാൻ വേണ്ടിയിട്ട്. ലൈക്ക് ലേണിംഗ് ടു ഡ്രോ ഓർ പ്ലേ എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് നമ്മൾ എങ്ങനെ ഒരു ഡ്രോയിങ് ആദ്യമൊക്കെ പഠിക്കത്തില്ല, നല്ല പാടായിരിക്കും, പിന്നെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കും. അതുപോലെയാണ് മ്യൂസിക്കൽ, നമ്മൾ എന്തെങ്കിലും കീബോർഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടി, ഗിറ്റാറൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നല്ല സമയം എടുക്കും. അതുപോലെയാണ് ഇതിനെയും സമയം എടുക്കുന്നത്. ക്യാൻ ബി എക്സ്പെൻസീവ്.
The special programs used for this can cost a lot of, എസ്പെഷ്യലി ദ വൺസ് പ്രൊഫഷണൽ യൂസേഴ്സ്. ഒരു പ്രൊഫഷണൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇതിനൊക്കെ പ്രോഗ്രാമൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല കോസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ലൈക്ക് ബൈയിങ് എ ഫാൻസി ടൂൾ ഫോർ എ ജോബ് ക്യാൻ ബി പ്രൈസി. നമ്മളിപ്പോൾ ഫാൻസി ജോബിനൊക്കെ പോകാമെങ്കിൽ നല്ല ഡ്രസ്സ് വേണം. അപ്പോൾ അതുപോലെ അനുസരിച്ച് നമുക്ക് പോകണം. അപ്പോൾ നല്ലൊരു പൈസയാവും. അതുപോലെയാണ് ഇതിനകത്തും നല്ലൊരു കോസ്റ്റ്ലിയാണ്, ഇത് എക്സ്പെൻസീവാണ്. നെക്സ്റ്റ്, ഫിൽറ്ററിങ് എന്താണ്? Filtering is the process of manipulating an image to alter its appearances. Filtering നമ്മളിപ്പോൾ ഫിൽറ്റർ വെച്ചൊക്കെ ഫോട്ടോ എടുക്കത്തില്ല, അതുപോലെയാണ് നമ്മുടെ മാനിപ്പുലേറ്റ് ചെയ്യും. നമ്മുടെ പ്രോസസ്സ് നല്ലതായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഫിൽറ്റർ യൂസ് ചെയ്യും. ദിസ് ക്യാൻ ബി ഡൺ ബൈ അപ്ലൈയിങ് സ്പെഷ്യൽ എഫക്ട്സ് സച്ച് ആസ്. ഇത് എപ്പോഴാണ് ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് സ്പെഷ്യൽ എഫക്ട്സ് ഉണ്ട്, അത് നമ്മൾ അപ്ലൈ ചെയ്യും. അതെച്ചേക്ക് ബ്ലറിങ്, പുറത്തെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാം, നമുക്ക് ഷാർപ്പനിങ് കൂട്ടാം നമ്മുടെ, പിന്നെ കളർ ചേഞ്ച് ചെയ്യാം, നമ്മുടെ സ്കിൻ്റെ കളർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെയൊക്കെ പല കാര്യങ്ങളിനകത്ത് ചെയ്യാൻ പറ്റും ഫിൽറ്റർ വെച്ച്. ഫിൽറ്റേഴ്സ് ആർ യൂസ് ടു മോഡിഫൈങ് ദ അപ്പിയറൻസ് ഓഫ് ആൻ ഇമേജ്. ഫിൽറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇമേജിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ യൂസ് ചെയ്യുന്നത്. മേക്കിംഗ് ഇറ്റ് ലുക്ക് മോർ ഇൻട്രസ്റ്റിംഗ് ഓർ റിയലിസ്റ്റിക്. ഇതിനെ കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടും പിന്നെ റിയലിസ്റ്റിക് ആയി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ യൂസ് ചെയ്യുന്നത്. ദേ ക്യാൻ ഓൾസോ ബി യൂസ് ടു ക്രിയേറ്റ് സർട്ടൈൻ എഫക്ട്സ്. ഇതിനകത്ത് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, വേറെ സർട്ടൈൻ എഫക്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. സച്ച് ആസ് മേക്കിംഗ് ആൻ ഇമേജ് ലുക്ക് ബ്രൈറ്റർ, മോർ വൈഡ് ഓർ മോർ ഡീറ്റെയിൽ. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടെ ബ്രൈറ്റർ ആയിട്ട് കാണാം, ഒന്നുകൂടെ വൈഡായിട്ട്, അങ്ങനെ പല കാര്യങ്ങളും വേണ്ടി നമുക്കിന്ന് ഫിൽറ്ററിനകത്ത് നമുക്ക് എല്ലാം കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. Next, types of filter. There are several types of filter that can be used to modify an image. ഇതിനകത്ത് വേറെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക് ഫിൽറ്ററിനകത്ത് എന്തൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ഇമേജിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സം ഓഫ് ദ മോസ്റ്റ് കോമൺ ഫിൽറ്റർ ആർ എ ബ്ലർ, ഷാർപ്പൻ, എഡ്ജ് ഡിറ്റക്ഷൻസ്, കളർ കറക്ഷൻസ് ആൻഡ് നോയ്സ് റിഡക്ഷൻസ്. ഇതിന് കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ നമുക്ക് ആദ്യം പഠിക്കാം എന്തൊക്കെയാണ്. ആദ്യമാണ് ബ്ലർ. Blur filter are used to soften the edges of an image, creating a more suitable look. Blur ഒന്നുകൂടെ നമ്മുടെ ഇമേജിനെ സോഫ്റ്റ് ആക്കും, നമ്മുടെ suitable നല്ലൊരു ലുക്ക് എടുത്തു തരും. This can be used to make an image look more natural or to reduce the visibility of the distracting details. നമ്മുടെ പുറകിലേക്ക് ഡിസ്ട്രാക്റ്റിംഗ് ഒബ്ജക്റ്റ് കാണും, അല്ലെങ്കിൽ ആരെങ്കിലും നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ബ്ലർ ഉപയോഗിച്ച് നമുക്ക് പുറത്തെ ഹൈഡ് ചെയ്യാം. നെക്സ്റ്റ്, ഷാർപ്പൻ. Sharpen filters are used to make an image appear sharper and cleaner. ഷാർപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്നുകൂടി ഷാർപ്പാകും. അപ്പോൾ നമ്മുടെ ഇമേജിനെ ഒന്നുകൂടി ഷാർപ്പർ ഓർ ക്ലിയർ ആക്കി അത് തരും. ദിസ് ക്യാൻ ബി യൂസ് ടു മേക്ക് ആൻ ഇമേജ് ലുക്ക് മോർ ഡീറ്റെയിൽഡ് ഓർ ടു മേക്ക് ദ കളേഴ്സ് മോർ വൈബ്രൻറ്റ്. ഇത് എന്താ ചെയ്യും? നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇമേജിനെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ, അല്ലെങ്കിൽ നമ്മുടെ കളർ ഒന്നുകൂടെ നല്ല കളറായിട്ട് ചേഞ്ച് ചെയ്യാൻ നമുക്കതിനെ പറ്റും. ഷാർപ്പൻ. നെക്സ്റ്റ്, color correction. Correction filter are used to adjust the hue, saturation and brightness of an image. Color വെച്ച് നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാം, ബ്രൈറ്റ്നസ് കൂട്ടാം, അതിൻ്റെ ഹുയി, സാച്ചുറേഷൻസ്, ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ ഇഷ്ടമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. This can be used to make an image look more realistic or to create a specific color പ്ലേറ്റ്സ്. പിന്നെ ഇതിന് ഉപയോഗിച്ച് വേറെ മോർ കളേഴ്സ് ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് കാണാൻ, അതിനകത്ത് മോർ കളേഴ്സ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇമേജിനെ ഒന്നുകൂടെ നല്ലതായിട്ട് കാണിക്കാം. നെക്സ്റ്റ്, നോയ്സ് റിഡക്ഷൻസ്. നോയ്സ് റിഡക്ഷൻ ഫിൽറ്റർ ആർ യൂസ് ടു റിമൂവ് അൺവാണ്ടഡ് നോയ്സ് ഫ്രം ആൻ ഇമേജ്. ഒരു ഇമേജിനകത്ത് അൺവാണ്ടഡ് നോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീഡിയോ, ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുക, അപ്പോൾ എൻ്റെ മുന്നിൽ എൻ്റെ ടീമുണ്ട് കൂടെ, അപ്പോൾ അവർ സിസ്റ്റമിൽ ഒരാളിരിപ്പുണ്ട്, അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ വോയിസ് ഇതിനകത്ത് വരും. അപ്പോൾ ഞാൻ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നോയ്സ് റിഡക്ഷൻ ചെയ്യുമ്പോൾ അവരുടെ വോയിസ് ഇല്ലാതാവും, പിന്നെ എൻ്റെ വോയിസ് മാത്രമേ വരത്തുള്ളൂ. അതുപോലെയാണ് ഇതും നോയ്സ് റിഡക്ഷൻ. ദിസ് ക്യാൻ ബി യൂസ് ടു മേക്ക് ആൻ ഇമേജ് ലുക്ക് മോർ നാച്ചുറൽ ഓർ ടു റിഡ്യൂസ് ദ വിസിബിലിറ്റി ഓഫ് ദ ഡിജിറ്റൽ ആർട്ടിഫാക്ട്സ്. നമ്മുടെ ഇമേജിനെ ഒന്നുകൂടെ നല്ല ആക്കാൻ പറ്റും, നാച്ചുറലാക്കാൻ പറ്റും. പിന്നെ വേണ്ടാത്ത അൺവാണ്ടഡ് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, താങ്ക്സ് ഫോർ വാച്ചിങ്. കൊച്ചിങ് വീഡിയോ ആണ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെ കുറിച്ച് നിങ്ങളാരും മനസ്സിലാക്കിയെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബിൽ കമൻറ്റ്സിനകത്ത് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യാം. നമ്മളത് ഒക്കൊന്നാണെങ്കിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും സീ യു സൂൺ.